ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നല്ല കറുമുറ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ചെറിയൊരു കോളിഫ്ലവറാണ്. മീഡിയം സൈസ് വലിപ്പത്തിൽ അതിനെ കട്ട് ചെയ്തെടുക്കണം. നല്ല വലുതാക്കരുത്, ചെറുതുമാക്കരുത്, ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇടുകയാണ്. പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി ഒരു 1 to 2 മിനിറ്റ് തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഓവർ കുക്ക്ഡ് ആയാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടില്ല. ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. കൂടുതലാകരുത്, എങ്കിൽ ഹാർഡായി പോകും. ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഓൾറെഡി നമ്മൾ കോളിഫ്ലവറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ടൊമാറ്റോ സോസ് ചേർക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. വെള്ളം കൂടി പോകരുത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കണം. ബാറ്ററിൽ വെള്ളം കൂടി പോകരുത്. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. വെള്ളം കൂടി പോയാൽ കുറച്ച് കോൺഫ്ലോർ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ കോളിഫ്ലവറിൽ നിന്നും ഈ ബാറ്റർ വിട്ട് വരുന്നതാണ്. ബാറ്ററിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്യും മുന്നേ വെള്ളം വാർന്നു പോകാൻ വയ്ക്കണം. ഇനി ബാറ്ററും കോളിഫ്ലവറും നന്നായിട്ട് മിക്സ് ചെയ്യണം. പതുക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കോളിഫ്ലവർ പൊടിഞ്ഞ് പോകുന്നതാണ്. ഈ സമയം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ പുറത്തെ കോട്ടിങ് കരിഞ്ഞു പോവും. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചിടാവൂ. ഇല്ലെങ്കിൽ കോട്ടിങ് അതിൽ പറ്റിപ്പിടിച്ച് ഇളകി വരും. ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. ഇനി ഇത് കോരാൻ നേരം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കീറിയത് ഇതിലേക്കിടാം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ എടുക്കാവുന്നതാണ്. കോളിഫ്ലവർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കാം. സ്കൂളിൽ സ്നാക്സായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സായിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്